എന്തായാലും തിരുകേശത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്ത് ഇ.കെ. വിഭാഗം സമസ്തയും മുജാഹിദ് പ്രസ്ഥാനങ്ങളും ഒക്കെ രംഗത്തെത്തിയതോടെയാണ് വിവാദം കത്തിപ്പടർന്നത്. തിരുകേശത്തിന്റെ പരമ്പര ഉറപ്പിക്കുന്ന സനത് കോട്ടക്കൽ സമ്മേളനത്തിൽ കാന്തപുരം അവതരിപ്പിച്ചതോടെയാണ് വിവാദം തൽക്കാലം കെട്ടടങ്ങിയത്. തിരുകേശ വിവാദത്തിന്റെ ചരിത്രം എന്താണെന്ന് നോക്കാം. വി എസ് രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ തിരുകേശം തന്നെ കൊണ്ടുവന്ന സമയത്ത് അത് വലിയ ചർച്ചയും വിവാദവും ഒക്കെ ആയതാണ്. പിണറായി വിജയൻ അന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുമുണ്ട്. ഇപ്പോഴിത് അത് 1/2 സെന്റിമീറ്ററോളം വളർന്നു എന്ന കാന്തപുരത്തിൻ്റെ പ്രസ്താവനയാണ്, അത് വലുതായി എന്ന പ്രസ്താവനയാണ് വിമർശനങ്ങൾക്കും പുതിയ ചർച്ചകൾക്കും ഒക്കെ വഴിവെച്ചിരിക്കുന്നത്. വിനിത, ഈ വിവാദത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാൻ പറ്റും. ഒന്ന്, തിരുകേശം എന്ന് പറയുന്ന നബി തിരുമേനിയുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുടിയുടെ ഭാഗം, ആ മുടിയുടെ ഭാഗം അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്വഹാബത്തുകൾ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കപ്പെട്ടുവെന്നും അത് പിന്നീട് പല ശിഷ്യന്മാരും ചില ശിഷ്യന്മാർ മരിച്ചു പോകുമ്പോൾ അവരുടെ കബറിടങ്ങളിൽ അത് കുഴിച്ചു മൂടിയെന്നും ചില ശിഷ്യന്മാർ അത് പരമ്പരയായി തങ്ങളുടെ കുടുംബങ്ങൾക്ക് കൊടുത്തു വന്നു എന്നുള്ളതുമാണ് പറയപ്പെടുന്നത്. വിശ്വാസപ്രകാരം സുന്നികൾ ഈ തിരുകേശത്തെ, അതായത് നബിയുടെ ഇത്തരത്തിലുള്ള തിരുശേഷിപ്പുകളെ, അസാർ എന്നറിയപ്പെടുന്ന തിരുശേഷിപ്പുകളെ ആരാധിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ തിരുകേശത്തെ വിശ്വാസികൾ കൊണ്ടു നടക്കുന്നത്. അതിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട്. മുജാഹിദ് വിഭാഗങ്ങൾ ഇത്തരത്തിൽ നബിയുടെ തിരുശേഷിപ്പുകളെ ബഹുമാനിക്കേണ്ടതില്ല എന്ന് പറയുന്നവരാണ്. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഭാഗമെന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ആരാധനയും വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഈ തിരുകേശ ആരാധനയുമായി ബന്ധപ്പെട്ടതാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മറ്റൊന്ന്, സുന്നികളിൽ തന്നെയുള്ള ഒരു ഭിന്ന അഭിപ്രായമാണ്. തിരുകേശത്തെ ബഹുമാനിക്കണം എന്ന കാര്യത്തിൽ സുന്നികൾക്ക് എതിരഭിപ്രായമില്ല. പക്ഷേ കാന്തപുരം കൊണ്ടുവന്ന തിരുകേശം, അത് അതിൻ്റെ സനത് അല്ലെങ്കിൽ അതിൻ്റെ അവലംബം എന്താണ്, അതിൻ്റെ ആധികാരികത എന്താണ് എന്ന് തെളിയിക്കാൻ കാന്തപുരത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സുന്നികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. എന്ന് പറഞ്ഞാൽ തിരുകേശത്തെക്കുറിച്ചുള്ള രണ്ട് വിവാദങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് തിരുകേശത്തെ ആരാധിക്കേണ്ടതുണ്ടോ ബഹുമാനിക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചും മറ്റൊന്ന് തിരുകേശത്തിൻ്റെ ആധികാരികതയുമായി ബന്ധപ്പെട്ടാണ്. ഈ വിവാദം ഉണ്ടാവുന്നത് 2005-2006 കാലഘട്ടങ്ങളിലാണ് തുടക്കം. മർക്കസിലേക്ക് തിരുകേശം എത്തുന്നത്, അതിൻ്റെ കുറച്ചു ഭാഗം എത്തുന്നത് ഈ 2005-2006 കാലഘട്ടത്തിലാണ്. പക്ഷെ അന്ന് സിറാജ് പത്രത്തിൽ ഒരു ചെറിയ കോളം വാർത്ത മാത്രമാണ് വന്നത്. പക്ഷെ 2009 ഈ മർക്കസിൻ്റെ വലിയ സമ്മേളനത്തിൽ വെച്ച് അബുദാബിക്കാരനായിട്ടുള്ള ഷെയ്ഖ് അഹമ്മദ് ഗസ്റജ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മുടികൾ തിരുകേശം ആ വേദിയിൽ വെച്ച് പരസ്യമായി കാന്തപുരത്തിന് കൈമാറുകയും ആ വേദിയിൽ വെച്ച് അതിൻ്റെ സന്നദ്ധ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തോടുകൂടിയാണ് ഇ.കെ. വിഭാഗത്തിൻ്റെ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരികയും കാന്തപുരത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജിഷാൻ മാഹിയെ പോലുള്ള ആളുകൾ അവരും ഇതിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്ത് രംഗത്ത് വരികയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെയാണ് 2009 ഈ വിവാദം കത്തിപ്പടരുന്നു. 2015 വരെ ഏകദേശം ഈ വിവാദം കത്തിപ്പടർന്നു നിന്നു. അതിനിടയിലാണ് 2018 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ ബോഡി വേസ്റ്റ് എന്ന പരാമർശം ഉണ്ടാവുന്നത്. കോട്ടക്കൽ സമ്മേളനത്തിൽ, മർക്കസിന്റെ കോട്ടക്കൽ സമ്മേളനത്തിൽ ഈ വിഷയത്തിൽ ഒരു സനത് അവതരിപ്പിച്ചോടുകൂടിയാണ് ഇത് ഏകദേശം കെട്ടടങ്ങുന്നത്. 2018 കുണ്ടൂർ ഉറൂസിൽ വെച്ച് വീണ്ടും കാന്തപുരം ഈ വിവാദം എടുത്തിടുന്നുണ്ട്. കുറച്ചുകൂടി തിരുകേശം മർക്കസിൽ ലഭിച്ചു എന്നായിരുന്നു അന്നത്തെ പരാമർശം. അത് വീണ്ടും വിവാദമാവുന്നു. ആ 2018 ശേഷം ഇപ്പോൾ 2026 പുതിയ വിവാദം ഉണ്ടാവുന്നു. അത് ഈ തിരുകേശം വളർന്നു എന്നുള്ളതാണ്. ഈ സനത് എന്ന് പറയുന്നത് തിരുകേശത്തിന്റെ ആധികാരികതയാണ്. ആ ആധികാരികതയിൽ പോലും ഇതിൽ വിവാദമുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് നബിയുടെ 1ാമത്തെ ഖലീഫയിൽ നിന്ന് കിട്ടിയെന്നും 4ാം ഖലീഫയിൽ നിന്ന് കിട്ടിയെന്നും ഒക്കെ ഈ സനതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ട്. ശരി, വ്യക്തമാണ് വി എസ് രഞ്ജിത്ത്.